സിപിഎമ്മിലേക്കെന്ന അഭ്യൂഹം തള്ളി ശശി തരൂർ. കോൺഗ്രസുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തോട് സമയം വരുമ്പോൾ സംസാരിക്കാമെന്ന് മറുപടി. പറയാനുള്ളത് പാർട്ടി നേതൃത്വത്തിനോട് പറയും. അതിനുള്ള അവസരം വരുമെന്നാണ് വിശ്വാസമെന്നും ശശി തരൂർ പറഞ്ഞു. ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒന്നാം കാര്യം, ഇത് ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ ഹിന്ദിയിൽ പറയുമ്പോൾ റോസി റോട്ടിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ പറയാനുള്ള വിഷയങ്ങളൊക്കെ എൻ്റെ പാർട്ടി നേതൃത്വത്തോടെ നേരിട്ട് പറയുള്ളൂ. അതിന്റെ അവസരം വരും, എനിക്കൊരു സംശയമില്ല. പാർലമെന്റ് സമയത്തോടെ എല്ലാവരും ഉണ്ടല്ലോ. കാണാം, മാധ്യമക്കാരുടെ മുമ്പിൽ അവർക്ക് അവരോട് പറഞ്ഞൂടെ. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, കോൺഗ്രസ് നേതൃത്വവുമായി അതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തള്ളി പറയുന്നില്ല. പക്ഷേ സിപിഎമ്മുമായി ചർച്ച നടത്തിയോ എന്ന ചോദ്യത്തോട് അദ്ദേഹം മാധ്യമ സൃഷ്ടി എന്ന് പറയുന്നത് തള്ളിക്കളയുകയാണോ ചെയ്യുന്നത്? തൗഫീഖ്. അനുഷ, തീർച്ചയായിട്ടും ഇത്തരമൊരു ചർച്ച നടന്നു എന്നായിരുന്നു മാധ്യമപ്രവർത്തകർ ശശി തരൂരിനോട് ചോദിച്ചത്. എന്നാൽ ആ സമയത്ത് തരൂരിന്റെ പ്രതികരണം ഈ മാധ്യമങ്ങൾ അവരുടെ അന്നത്തെ ആഹാരത്തിന് വേണ്ടി ഓരോ വാർത്തകൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് അതിൽ നിന്നും തരൂർ മുന്നോട്ട് പോവുകയായിരുന്നു. അത്തരമൊരു ചർച്ച നടന്നു ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനോടായിരുന്നു അത്തരമൊരു പ്രതികരണം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തോട് സമയമാകുമ്പോൾ സംസാരിക്കാം, ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നായിരുന്നു ശശി തരൂരിന്റെ ഒരു മറുപടി ഉണ്ടായത്. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി നേതൃത്വത്തോടാണ് പറയേണ്ടത്, അത് വിശദമായി തന്നെ പറയും എന്നുള്ളൊരു കാര്യം കൂടി ശശി തരൂർ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് അവർ ക്ഷണിച്ച സമയത്ത് താൻ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തില്ലാത്തത് കൊണ്ടായിരുന്നു എന്നുകൂടി ശശി തരൂർ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ കൂടുതൽ പറയാനില്ല, കാരണം കൂടുതൽ പറഞ്ഞു നിന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ പ്രതികരിക്കാൻ പറ്റിയ സമയമല്ല, അതുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത്. ദുബായിൽ നിന്നും ഡൽഹിയിലേക്കാണ് തരൂര് രാത്രിയോടുകൂടി തിരിച്ചെത്തിയത്. ആ സമയത്തായിരുന്നു മാധ്യമങ്ങൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സിപിഎമ്മിലേക്ക് പോകുന്നു എന്ന തരത്തിൽ ദുബായിൽ ചർച്ച നടന്നു എന്ന കാര്യങ്ങൾ തരൂരിനോട് ചോദിക്കുകയും തരൂർ ആ വാർത്തകൾ തള്ളുകയും ചെയ്തു.